നമ്മുടെ ഈ ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇന്നുള്ളത് നാളെ ഇല്ലാതെയാകും. എന്നാൽ ഇത്രയേറെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു സത്യമുണ്ട്: ദൈവത്തിൻ്റെ വചനം. സങ്കീർത്തനം 33 ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്: നീതിമാന്മാരെ യഹോവയിൽ ഉല്ലസിപ്പീൻ, സ്തുതി ചെയ്യുന്നത് നേരുള്ളവർക്ക് യോജിച്ചതല്ലയോ. വാക്യം 1. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിന് അവിടുത്തെ കരുണയും വർണ്ണിക്കുന്ന മനോഹരമായൊരു സങ്കീർത്തനമാണിത്. ഒരു ചെറിയ കഥ പറഞ്ഞോട്ടെ. ഒരിക്കൽ ഒരു കപ്പൽക്കാരൻ വലിയൊരു കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. കടലിൻ്റെ ആഴം എത്രയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ കപ്പലിലെ ഉപകരണം ഉപയോഗിച്ച് ആഴം അളക്കാൻ നോക്കി. പക്ഷേ അളക്കാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ഈ കടലിൻ്റെ ആഴം അളക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ചിന്തകളും പദ്ധതികളും. ഒരു ചെറിയ കുട്ടി തൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ദൈവം ലോകം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അമ്മ പറഞ്ഞു, ദൈവം പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. സങ്കീർത്തനം 33 നാം വായിക്കുന്നത്, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. വാക്യം 6. ഒരു ചെറിയ വാക്കുകൊണ്ട് ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ ഒരു വാക്ക് മതിയെന്ന് നാം വിശ്വസിക്കണം. സങ്കീർത്തനം 33 നമ്മെ പഠിപ്പിക്കുന്നത് 3 പ്രധാന കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട്, യഹോവയുടെ വചനത്തിൻ്റെ സത്യത. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയിലും വിശ്വസ്തതയുള്ളത്. വാക്യം 4. മനുഷ്യരുടെ വാക്കുകൾ മാറാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. അതാണ് നമ്മുടെ അടിസ്ഥാനം. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടി. തന്നിൽ ഭയഭക്തിയുള്ളവരുടെ മേലും തൻ്റെ ദയയ്ക്കായി കാത്തിരിക്കുന്നവരുടെ മേലും യഹോവയുടെ കണ്ണ് ഉണ്ട്. വാക്യം 18. നമ്മൾ ലോകത്തിൻ്റെ കണ്ണുകളിൽ പെട്ടാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷ. മൂന്നാമതായിട്ട്, ദൈവത്തിൽ സന്തോഷിക്കുക. നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കുന്നു, അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കുന്നു. വാക്യം 21. സാഹചര്യങ്ങൾ ഏത് തന്നെയായാലും ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം പലതരം അനിശ്ചിതത്വങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പേടിക്കാനില്ല. അവിടുത്തെ വചനം സത്യമാണ്. അവിടുത്തെ കരുണ നമ്മുടെ മേലുണ്ട്. നമ്മുടെ മുഴുവൻ ഹൃദയത്തെയും ദൈവത്തിൽ അർപ്പിക്കുക. അവിടുത്തെ നാമത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. കർത്താവേ, നിന്റെ വചനം ഞങ്ങൾക്ക് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നിന്റെ കണ്ണ് ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ എന്നും സന്തോഷിക്കുന്നു.